എനിക്ക് അപ്പുറത്തിരിക്കുന്ന ചേട്ടനെ ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കൂ. 16 വീട് കയറി പെണ്ണ് കണ്ട് ചായ കുടിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് മുട്ടോളം മുടിയില്ല, മുല്ലപ്പൂ നിറമില്ലെന്നും പറഞ്ഞ് പൊടിയും തട്ടി എണീറ്റ് വരാറുള്ള എനിക്ക് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നത്. എൻ്റെ 17ാമത്തെ പെണ്ണ് കാണലിന് വേഷവിധാനങ്ങളോടുകൂടി അണിഞ്ഞൊരുങ്ങി ആ വീടിൻ്റെ പടി കയറുമ്പോൾ മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടി നേഴ്സായിരുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ കാരണം. നേഴ്സുമാരെ എനിക്ക് ഇഷ്ടമാണ്. ഭൂമിയിലെ മാലാഖമാരാണ് അവർ. ആയുഷ്കാലം മൊത്തം മനുഷ്യജീവനെ വേർതിരിവ് കൂടാതെ പരിചരിക്കുന്ന അവർക്ക് ജീവിതത്തിൽ ഏതൊരവസ്ഥയും തരണം ചെയ്യാനുള്ള ത്രാണി ഉണ്ടാവുമെന്ന് എനിക്ക് നന്നേ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായ ഗ്ലാസുമേന്തി അറിയുന്ന പിടനടയോടെ മുമ്പിലേക്ക് നടന്നെടുത്തവൾക്ക് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലെ ചിറകി വിരിച്ച മാലാഖയുടെ അതേ മുഖഛായ തോന്നിയപ്പോഴാണ് അവൾ അത് ഉറക്കെ പറഞ്ഞത്. പാതി കുടിച്ച ആ കണ്ണൻ ദേവൻ ചായയുടെ കൊറ്റൻ ഞാൻ അറിയാതെ തന്നെ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. നേരത്തെ ചുമയാൽ കുടിച്ച ചായ അപ്പാടെ ഞാൻ തുപ്പിക്കളഞ്ഞു. അടുത്തിരിക്കുന്നുണ്ടായിരുന്ന അമ്മായിയുടെ മോൻ മുഖത്തേക്ക് നോക്കി. അവൻ ആനന്ദപുളകിതനായി കേട്ട ശബ്ദവീചികളിൽ അങ്ങനെ ഭ്രമിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സൊന്ന് അവനെ ശപിച്ചു. വിക്ലം കമലേശൻ, നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ വേണലിടാൻ മാറി. എന്നാ പിന്നെ നമുക്ക് അങ്ങനെയങ്ങ് നീങ്ങാം. രണ്ടാളും പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. കണ്ണിന് വേണ്ടി ആലോചിച്ചാ വന്ന്. പെണ്ണിന് അച്ഛനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് നീങ്ങാം. എൻ്റെ അമ്മാവനായതുകൊണ്ട് പറയില്ല കേട്ടോ, ആളൊരു ചെറ്റയാ. സ്വന്തം മകന് ഇതിനേക്കാൾ നല്ല ബന്ധം വേറെ കിട്ടില്ലെന്ന് മൂപ്പിലാനറിയാം. കേട്ട പാതി എൻ്റെ പല്ലിറുമ്പുന്ന ശബ്ദം കേട്ടിട്ട് അമ്മാവൻ പെണ്ണിനോടായി ചോദിക്കുന്നുണ്ടായിരുന്നു, അടുക്കളയിൽ എന്തോ കടുക് വറക്കുകയാണോ? നേരമില്ല, ഇല്ലെങ്കിൽ ഉണ്ടിട്ട് പോവായിരുന്നു. കാർന്നോരുടെ പൂതി കൂടെ കേട്ടപ്പോൾ എൻ്റെ ദേഹമാസൽ അങ്ങോട്ട് തരിച്ചു കയറി. ഞാൻ അച്ചുവിൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് നോക്കി. നിനക്ക് ഈ ബന്ധം വേണോടാ എന്ന അർത്ഥത്തിൽ. അവൻ്റെ ഇളിഞ്ഞ മോന്ത എന്നോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ പെണ്ണിനെ തന്നെ മതി, മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ലെന്ന്. വിക്ലം കമലേശൻ ഏടത്തിയെന്ന് വിളിക്കേണ്ടിയിരുന്ന പെണ്ണിനെ വധുവായി മനസ്സിൽ കണ്ടതിനോട് പറഞ്ഞപ്പോൾ ഇരുന്ന ഇരിപ്പിൽ എൻ്റെ തൊലി ഉരിഞ്ഞുപോയി. എന്നാ പിന്നെ ചെറുക്കനും പെണ്ണും സംസാരിക്കട്ടെ എന്നെൻ്റെ അമ്മായിയപ്പനാവേണ്ടിയിരുന്നവൻ പറഞ്ഞപ്പോൾ നെഞ്ചിൽ ആണി തറച്ച പ്രതീതിയാണ് തോന്നിയതും. ടീപ്പോയിൽ നിരത്തി വെച്ച തൊണ്ടില്ലാത്ത ആ കപ്പലണ്ടി മുഴുവനും ഉള്ളം കയ്യിൽ വാരിയെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് എൻ്റെ ദേഷ്യം മുഴുവൻ ആ കപ്പലണ്ടിയോടായിരുന്നു. എത്ര ചവച്ചരച്ചിട്ട് അത് പൊടിയാത്ത പോലെ തോന്നി. സുമേഷ് കൂട്ടൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ശകുനം മുടക്കിക്കൊണ്ട് എവിടെയും പോവേണ്ട, വിചാരിച്ച കാര്യം നടക്കില്ലെന്ന്. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മൂവന്തിക്ക് വീട് മുളഞ്ഞ എന്നെ അർത്ഥം വെച്ച് അമ്മ നോക്കിയപ്പോഴും കളിയാക്കൽ കൊണ്ട് അച്ഛൻ കീഴ്പ്പെടുത്തിയപ്പോഴും എന്തിനും ഏതിനും ഒപ്പമുണ്ടാവാറുള്ള കുഞ്ഞനിയെത്തി കൊഞ്ഞനും കുത്തി ഓടിയപ്പോഴും മനോധൈര്യം കൈവിടാതെ പുഞ്ചിരിച്ച് കാട്ടുകയായിരുന്നു ഞാൻ. മാമനും അമ്മായി അച്ചുവും അടങ്ങുന്ന കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ ഒന്ന് ശബ്ദമുയർത്തണമെങ്കിൽ, ഒന്ന് കണ്ണീര് ഇറക്കി വെക്കണമെങ്കിൽ വണ്ണാത്തി പാടത്തിൻ്റെ ഏകാന്തത മാത്രമായിരുന്നു എനിക്ക് കൂട്ട്. ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ആർത്തലറി ഓരിയിട്ടപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. പതിയെ പോലെ അച്ചുവിൻ്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ എൻ്റെ നാഡീഞരമ്പുകൾ വലിഞ്ഞു മുറുകിയതാണ്. നീണ്ട മൗനത്തിന് ശേഷം ഉറങ്ങാൻ കിടന്ന എന്നെ മാന്തി മാന്തി വിളിച്ചുണർത്തിക്കൊണ്ട് എന്നോടായ അവളുടെ മീനിയഴക് വർണ്ണിക്കാൻ തുടങ്ങി. മുടിത്തുമ്പ് മുതൽ ഉപ്പൂറ്റി വരെയുള്ള കാന്തി വർണ്ണനയും എന്തിനേറെ നെയ്ക്കൊഴുപ്പുള്ള മെയ്യഴകിനെ വരെ അവൻ വള്ളിപുള്ളി തൊടാതെ വർണ്ണിച്ചപ്പോൾ നടുമ്പുറത്തൊരു ചവിട്ടും കൊടുത്തിട്ട് മിണ്ടാതെ കിടന്നുറങ്ങിക്കോണമെന്ന് അവനെ താക്കീതും കൊടുത്തു. എൻ്റെ പെണ്ണിനെ അവൻ തട്ടിയെടുത്തും പോരാണ്ട് അവിടെ മേനിക്കൊഴുപ്പിനെ പറ്റി എന്നോട് തന്നെ വർണ്ണിക്കുകയായിരുന്ന ആ നാണം കെട്ടവനായ വിക്ലം കമലേശൻ. പിന്നീടുള്ള രാത്രികളിൽ അവളുടെ മുഖമെന്നെ ഉറക്കത്തിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഇരുളടയുമ്പോൾ അവിടെ മാലാഖ ചിറകുകൾ മാഞ്ഞു പോയ പോലെ മാലാഖയിൽ നിന്നും ആടയക്ഷിയുടെ പരിവേഷമണിഞ്ഞവൾ ദുസ്വപ്നങ്ങളിൽ ചേക്കേറി കുത്തി നോവിക്കാറുള്ളപ്പോൾ അമ്മയെന്ന് ഉറക്കെ വിളിച്ച് ഞെട്ടിയെണീക്കാറുണ്ട് ഞാൻ. 16 പെണ്ണ് കാണാൻ പോയി 17ാമത്തെ പെണ്ണിന് ഇഷ്ടമായത് അമ്മായിയുടെ മോനെ. ഈ മാസം 18-ാം തീയതി അവരുടെ നിശ്ചയദാർഢ്യവും. ഓർത്തപ്പോൾ കണ്ണു നിറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ശോകമുഖമായിരുന്നു. ഒന്നിനോടൊരു താല്പര്യമില്ലാതിരിക്കുമ്പോഴാണ് അമ്മായിയുടെ നിർദ്ദേശം, നിന്റെ അനിയൻ്റെ കല്യാണം നിശ്ചയ, എല്ലാത്തിനും മുമ്പെന്തെങ്കിലും നീ തന്നെ ഉണ്ടാവണം എന്നും. ആ വാക്കുകൾ എന്നെ ഒന്നുകൂടെ തളർത്തി. ഊണുറക്കവുമില്ലാത്ത നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ദേഹമാകെ ക്ഷീണിച്ചു. അവൻ്റെ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ആ പ്രവാസി ജീവിതത്തിലേക്ക് ചേക്കേറാൻ മനസ്സ് വെമ്പി. ഉള്ളിലെ വറ്റാത്ത മോഹങ്ങളെ ഉണക്കിയെടുക്കുവാൻ ആ മണലാരണ്യത്തേക്കാൾ പറ്റിയൊരിടം വേറെ എവിടെയാണുള്ളത്? അങ്ങനെ ആ ദിവസം വന്നെത്തി. വീട്ടിലാകെ ആഹ്ലാദത്തിമിർപ്പ് ആരവങ്ങളുമായിരുന്നു. ബന്ധുക്കളെന്ന് പറയാൻ അധികമാരും തന്നെ ഉണ്ടായിരുന്നില്ല. ചടങ്ങുകൾ ലളിതമായി നടത്തി വിവാഹത്തിന് മോടികൂട്ടാൻ തന്നെയായിരുന്നു പെണ്ണിൻ്റെ വീട്ടുകാരുടെ ഉദ്ദേശവും. വീടിൻ്റെ ഉമ്മറത്തായിരുന്നു മണ്ഡപം. പെണ്ണ് വീട്ടുകാർ അധികമൊന്നും എത്തിയിട്ടില്ലായിരുന്നു. മണ്ഡപത്തിൽ അലങ്കാരകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ ഭാവി അമ്മായിയപ്പനാവേണ്ടിയിരുന്നയാൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ തിരിച്ചു അയാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചെന്ന് വരുത്തി. മാറി നിൽക്കുന്നത് മോശമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അനങ്ങാപ്പാറയായി നിന്ന്. ചുറ്റുമുള്ളവരുടെ മുഖത്താകെ സന്തോഷം മാത്രമായിരുന്നു. അപ്പോഴും എൻ്റെ ഉൾനെഞ്ചിനകത്ത് എന്തോ ഒരു തരം ചൂടാണ് അനുഭവപ്പെട്ടത്. ശരിക്കും സങ്കടമായത് അമ്മയുടെ മുഖം കണ്ടപ്പോഴാണ്.
എല്ലാരെക്കാളും സന്തോഷം ആ മുഖത്ത് വെട്ടിവിളങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ ഉൾനെഞ്ചിലെ ആ ചൂട് കൂടി വന്നു. ചെറുക്കരെ വിളിച്ച് മണ്ഡപത്തിൽ ഇരുത്തുക. ശാന്തി അത് പറഞ്ഞപ്പോൾ കണ്ണിലാകെ ഇരുട്ടുപടനം പോലെ തോന്നി. അച്ചുവും കൂട്ടുകാരും ഒരുമിച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ നേർക്ക് വന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആർപ്പും വിളി ആരവങ്ങളുമായി എല്ലാവരും കൂടി എന്നെ പൊക്കിയെടുത്ത് തന്നെ ആ മണ്ഡപത്തിന് മുമ്പിൽ കൊണ്ടിരുത്തുമ്പോഴും ഒന്നും മനസ്സിലാവാതെ അന്താളിച്ച് നിൽക്കാൻ എനിക്കായുള്ളൂ. അതെ, എന്താ സംഭവം? എന്റെ ആ ചോദ്യത്തിന് മര്യാദക്ക് പെണ്ണ് കാണിച്ച് നിന്നെ കെട്ടിക്കാന്ന് മുടിയുടെയും പല്ലിന്റെ കാര്യം പറഞ്ഞ് നീ ഉടക്കൊന്നും അറിയാവുന്നോണ്ടാ ഇങ്ങനെ നാടകം ഞങ്ങൾ കളിച്ച്. കഥ തിരക്കാതെ നിന്റെ അമ്മയും സംവിധാനം നിന്റെ ഭാഗ്യവതും ആയപ്പോ ഞാൻ ഈ കഥയിലെ വില്ലവേഷം കെട്ടിയെന്ന് മാത്രം എന്നാണ് അച്ചുവും പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. അല്ലെങ്കിൽ നമ്മളെ വേണ്ട നോക്കുന്നവരോടാവും നമുക്ക് കുറച്ച് ത്വര കൂടുന്നു. അത് സ്നേഹിക്കുന്നവരാകുമ്പോൾ ആ ത്വര ഇച്ചിരി കൂടുതലാണ് ഉണ്ടായിരിക്കുക. എന്തായാലും അമ്മയും വരുമ്പോൾ നല്ല ബെസ്റ്റ് പണിയാണ് തന്ന്. അതിന് കൂട്ടി നിൽക്കാനൊരു വികളങ്കളം ലേശനും. വിഡ്ഢിയായതിൽ വിഷമുണ്ടായിരുന്നെങ്കിലും എൻ്റെ മാലാകപ്പെണ്ണിന് എനിക്ക് തന്നെ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷിച്ച് ഞാൻ. മോതിരമിടൽ ചടങ്ങിന് മുമ്പേ ഞാൻ അവൾ അടിമുടിയെന്ന് നോക്കിയപ്പോൾ മെല്ലെ അവൾ എൻ്റെ കാതിൽ പറഞ്ഞു, ഇപ്പോഴെങ്കിലും ആദ്യമായിട്ട് മുഖത്തേക്ക് നോക്കു മനുഷ്യ എന്ന്. ആ മാലാഖ മുഖത്തേക്ക് നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ മൊഴിഞ്ഞു. അങ്കലാവണ്യത്തിൻ്റെ അളവെടുത്ത് വേറൊന്നിനുമല്ല പെണ്ണെ. കെട്ടിക്കഴിഞ്ഞ് 10-ാം മാസം തന്നെ നീ തന്ന പണിക്കൊരു മറുപണി എങ്ങനെ പണിയാമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന്.